ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു MLA വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ അണിനിരക്കുന്നത്. അങ്ങോട്ട് കയറിപ്പോകുന്ന രാഹുലിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. ഒരു കൂസലുമില്ലാതെ ചിരിച്ച് കയറിപ്പോകുന്ന രാഹുലിനെയാണ് കാണുന്നത്. അതിഗുരുതരമായ ഒരു മനുഷ്യനെന്ന നിലയിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു ലജ്ജയുമില്ലാതെ ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാണുന്നത്. എങ്ങനെ പുറത്തേക്ക് ഇറക്കും എന്നുള്ള പ്രതിസന്ധിയിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. രണ്ട് ഭാഗത്തും, മുൻഭാഗത്തും പിൻഭാഗത്തും പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തക്കതായ സ്വീകരണം നൽകിയിട്ട് മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന നിലപാടിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധനയ്ക്കായി അകത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ വളരെ പാടുപെട്ട് വളരെ പ്രയാസപ്പെട്ടാണ് രാഹുലിനെ അകത്തേക്ക് കയറ്റിയത്. ഇനി എങ്ങനെ പുറത്തേക്ക് ഇറക്കും എന്നുള്ള ആശങ്കയുണ്ട്. ആശുപത്രിയുടെ 2 ഗേറ്റുകളും ഇപ്പോൾ പ്രതിഷേധക്കാർ വളഞ്ഞിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാഹുലിനെ പുറത്തേക്ക് ഇറക്കാം, പക്ഷേ പുറത്തേക്ക് ഇറക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. ഡിവൈഎഫ്ഐ, യുവമോർച്ച പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഇവരെ മറികടന്നുകൊണ്ട് രാഹുലിനെ ആ ജീപ്പിലേക്ക് കയറ്റും? ജീപ്പിലേക്ക് കയറ്റാൻ പോലും കഴിയാത്ത ജീപ്പിനെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ് പ്രതിഷേധക്കാർ. അവരെ പിരിച്ചുവിടാൻ, അവരെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. കണ്ണൻ നായർ നമുക്കിപ്പം തുടരുന്നുണ്ട്. കണ്ണൻ, എന്താണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്? വിവിധ തരത്തിലുള്ള പരിശോധനകളാണ്. അതായത് പൊട്ടൻഷ്യൽ ടെസ്റ്റ് അടക്കം, ലൈംഗികശേഷി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന് മേൽ ഇവിടെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ പരിശോധനകളൊക്കെ തന്നെ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ രാഹുലിനെ പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് അയാളെ കയറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കങ്ങളാണ് പോലീസ് നടക്കുന്നത്. 2 സൈഡിലും ബാരിക്കേഡുകൾ വെച്ച് ഇപ്പോൾ പോലീസ് ഒരു സുരക്ഷാ വലയം തീർക്കുകയാണ്. ആ സുരക്ഷാ വലയത്തിലൂടെ രാഹുലിനെ കയറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്. ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ 2 സൈഡിലേക്ക്, അതായത് ഈ പോലീസിന്റെ ഷീൽഡ് ഉപയോഗിച്ച് 2 സൈഡിലേക്ക് തള്ളി മാറ്റുകയാണ്. തള്ളി മാറ്റിയ ശേഷം ഒരു വഴിയൊരുക്കുന്നു. ആ വഴിയിലൂടെ രാഹുലിനെ അകത്തേക്ക് കയറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ലൈംഗിക പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന് മേൽ ഇവിടെ നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. ഇതിനേലും ഈ വാതിലിലൂടെയാണ് രാഹുലിനെ ഇവിടേക്ക് പുറത്തേക്ക് ഇറക്കാൻ, അതായത് കയറ്റിയ വാതിലിലൂടെ തന്നെ തിരിച്ച് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷീൽഡൊക്കെ ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്പസമയത്തോടെ തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വിവിധ തരത്തിലുള്ള പരിശോധനകൾ, അതായത് ഏതൊക്കെ വകുപ്പുകളാണോ അയാൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് ആ വകുപ്പുകൾ സാധൂകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വൈദ്യപരിശോധനകൾ ഏതൊക്കെയാണോ വേണ്ടത് അവയെല്ലാം നടത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു അനുഭവമുണ്ട്, കയ്യിൽ നിന്ന് വഴുതി പോയതാണ് രാഹുൽ. ഇനി അത്തരത്തിലുള്ള ഒരു അവസ്ഥ പോലീസിനോ SITക്കോ ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വൈദ്യപരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ വൈദ്യപരിശോധനയ്ക്ക് അല്പം കൂടി സമയം എടുക്കും. അതിനുശേഷമായി ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രവർത്തകരെ ഈ ഷീൽഡൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്, ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് തുടക്കം മുതൽ ക്യാമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സംയമനത്തോടു കൂടി കാര്യങ്ങൾ നടപ്പാക്കണം, ഒന്ന് സഹകരിക്കണം എന്നുള്ളതാണ് പ്രവർത്തകരോട് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. വാഹനം അകത്തേക്ക്, പോലീസ് ജീപ്പ് അകത്തേക്ക് കയറുകയാണ്. രാഹുൽ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു സൈഡിൽ ഡിവൈഎഫ്ഐ ആണെങ്കിൽ യുവമോർച്ച പ്രവർത്തകർ, ഈ 2 യുവജന സംഘടനാ പ്രവർത്തകരും നേരത്തെ ഒരു കാലത്ത് ഇതിന് സമാനമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത ഒരു നേതാവിനെതിരെയാണ് യുവമോർച്ച പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു ലൈംഗിക ആരോപണ കേസാണ്. ഒരു സ്ത്രീയെ ഭ്രൂണഹത്യ നടത്തിയ ഒരു വകുപ്പ് നടത്തിയ കേസാണ്. ആ കേസിലുള്ള പ്രതിക്കെതിരെയാണ് ഇപ്പോൾ, ഒരു മുൻ യുവജന നേതാവിനെതിരെയാണ് ഇപ്പോൾ ഇടത് യുവജന സംഘടനാ നേതൃത്വം, BJP യുവജന സംഘടനാ പ്രവർത്തകരുമൊക്കെ തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. വലിയ സംഘർഷഭരിതമായ
സാഹചര്യമാണ്, സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത്. ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വൈദ്യപരിശോധന വേളയിലൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള ഒരു കൂസലും രാഹുലിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഒപ്പം ഈ തുടക്കത്തിൽ ഒരു കാരണവശാലും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഉഭയസമ്മത പ്രകാരമാണ് താൻ ഇത്തരത്തിലുള്ള ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടത്, ആ സ്ത്രീയുടെ കൂടി സമ്മതത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തതെന്നാണ് രാഹുൽ പറയുന്നത്. പക്ഷേ ആ സ്ത്രീ പറയുന്ന പരാതി അനുസരിച്ച് ഒരു കുഞ്ഞിനെ വേണമെന്ന് തന്നോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ കുഞ്ഞിന്റെ ആ ഭ്രൂണത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിന് ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയ ഒരു വ്യക്തിയാണ് എന്നുള്ള പരാതിയാണ്, തെളിവുകളാണ് ഇപ്പോൾ രാഹുലിനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ പ്രതിഷേധമാണ് ആ മെഡിക്കൽ വൈദ്യപരിശോധനയായി കൊണ്ടുവന്ന സമയത്ത് അതിന്മേലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യുവജന സംഘടനാ പ്രവർത്തകർ നടത്തുന്നത്. എന്തിനായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് MLA, എത്ര കാലം ആണ് ഇനി MLA സ്ഥാനം ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ആ MLA ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പോലീസ് ജീപ്പിലേക്ക് കയറ്റും. നേരെ കൊണ്ടുപോകുന്നത് ജഡ്ജിയുടെ വീട്ടിലേക്കായിരിക്കും. ആ പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. 5 DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഈ വൈദ്യപരിശോധന, അതുപോലെ തന്നെ അതിനുശേഷം ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാഹന ക്രമീകരണം അടക്കമുള്ള നടത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ പത്തനംതിട്ട ജില്ലയിലും സമീപ ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ക്യാമ്പിലെ പോലീസ് കോൺസ്റ്റബിൾമാർ അടക്കമുള്ള ആൾക്കാർ അവരെ എല്ലാം തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ആണ് രാഹുലിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നതും അതിനുശേഷം കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നതും. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ ഈ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള കുറ്റങ്ങൾ ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടാകാവുന്ന പരമാവധി ആരോപണങ്ങളാണ് ഇപ്പോൾ രാഹുലിന് മേലുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം തന്നെ ഒന്നാം അതിജീവിതയായാലും രണ്ടാം അതിജീവിതയായാലും മൂന്നാം അതിജീവിതയായാലും അവരൊക്കെ പറഞ്ഞ ഒരേ രീതിയിൽ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ഒരാൾ ചെയ്ത രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് അല്ലെങ്കിൽ ആരോപണങ്ങളാണ് ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീയെ, ഭർത്തൃമതിയായിട്ടുള്ള സ്ത്രീകളെ സമീപിക്കുക, അവരുടെ വീട്ടിലുള്ള ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുക, അവരുമായി സൗഹൃദം സ്ഥാപിക്കുക, പിന്നീട് അത് പ്രണയത്തിലേക്ക് പോവുക, വിവാഹ വാഗ്ദാനം നൽകുക, പിന്നീട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുക, ആ സമയത്ത് തനിക്ക് തൻ്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുക, പിന്നീട് ആ ഗർഭം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗർഭം ഭ്രൂണം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുക, അങ്ങനെ അതിന് തയ്യാറാകാത്ത ആൾക്കാരെ അസഭ്യം വർഷം നടത്തുക, കയ്യേറ്റം ചെയ്യുക തുടങ്ങിയ വിവിധ തരത്തിലുള്ള വകുപ്പുകളാണ് ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് അയാളെ എത്തിക്കും.